ഇന്ത്യയിലെ ഉന്നത കലാലയങ്ങളിൽ നിലനിൽക്കുന്ന ജാതി വിവേചനം ജനശ്രദ്ധയിൽ വന്നത് രോഹിത് വിമുലയുടെ ആത്മഹത്യയോടുകൂടിയാണ്. ഹൈദരാബാദിലെ കേന്ദ്ര യൂണിവേഴ്സിറ്റിയിൽ നിന്നും അനുഭവിച്ച കൊടിയ ജാതി പീഡനത്തിൻ്റെ പേരിലാണ് പിന്നാക്കക്കാരനായ രോഹിത് വിമുല എന്ന ഒരു സയൻറ്റിസ്റ്റിനെ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത്. ഉന്നത കലാലയങ്ങളിൽ നിലനിൽക്കുന്ന ജാതി വിവേചനത്തിൻ്റെ പേരിലാണ്. സവർണ ഫാഷിസ്റ്റുകളുടെ പൂജാമുറിയാണ് കേന്ദ്ര സർവകലാശാലകളിൽ പലതും. വിമുലയുടെയും എൽ തദ്വിയുടെയും അമ്മമാർ സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് കേന്ദ്ര സർവകലാശാലകളിലെ ജാതി വിവേചനം അവസാനിപ്പിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പൊതുതാൽപര്യ ഹർജി നൽകുകയുണ്ടായി. പൊതുതാൽപര്യ ഹർജിയുടെ വെളിച്ചത്തിൽ സുപ്രീം കോടതി ചില നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. വിവേചനം തടയാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്ന വിധത്തിൽ UGC യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ കൊണ്ടുവന്ന ഭേദഗതി, ആ ഭേദഗതിക്കെതിരെ BJP ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. സവർണ വിദ്യാർത്ഥികൾ, BJPയുടെ നേതാക്കൾ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു. അവരുടെ ആവശ്യം ജാതി വിവേചനം നിലനിൽക്കണം എന്ന് തന്നെയാണ്. സവർണ ഫാഷിസ്റ്റുകളുടെ അധികാരം ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നും രാജ്യത്ത് നടപ്പാക്കാൻ കഴിയാത്ത വിധം വർഗീയവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ് രാജ്യം. ഇക്വിറ്റി സ്ക്വാഡ്, ആ സ്ക്വാഡിന് ഏത് സമയത്തും സർവകലാശാല പരിശോധിക്കാനുള്ള അധികാരം നൽകുന്നു. പരാതി ലഭിച്ച 24 മണിക്കൂറിനുള്ളിൽ യോഗം ചേർന്ന് വിഷയം ചർച്ച ചെയ്യണമെന്ന് ഈ ഭേദഗതി അനുശാസിക്കുന്നു. പോലീസുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഹോട്ട് ലൈൻ ഉണ്ടാകണമെന്ന് UGC ചട്ടഭേദഗതി പറയുന്നു. ജാതി വിവേചനങ്ങൾ അവസാനിപ്പിക്കാൻ ആവശ്യമായ ഏറ്റവും നല്ല ഒരു ഭേദഗതിയാണ് UGC കൊണ്ടുവന്നത്. പക്ഷേ സവർണ ഫാഷിസ്റ്റുകൾ ആ ഭേദഗതിയെ നഖശിഖാന്തം എതിർക്കുകയാണ്. സവർണ ഫാഷിസ്റ്റ് ശക്തികളുടെ ജാതി ശ്രേണി മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ടാണ് BJP രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. ഈ വ്യവസ്ഥയെ കാർപ്പറ്റിനുള്ളിൽ മറച്ചു പിടിച്ചുകൊണ്ട് വോട്ട് പിടിക്കാനാണ് BJP ശ്രമിക്കാറുള്ളത്. എല്ലാ അഡ്മിനിസ്ട്രേഷൻ പദവികളിലും ജുഡീഷ്യൽ മേഖലകളിലും സവർണ മേധാവിത്വം കൊടികുത്തി വാഴുകയാണ്. ക്യാമ്പസുകളിലെ ജാതി വിവേചനത്തെക്കുറിച്ചുള്ള പരാതികളിൽ വൻ വർധനയാണ് 2024 2025 ഒക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏകലവ്യൻ്റെ കൈവിരൽ ദക്ഷിണയായി വാങ്ങിയ ക്രൂര പാരമ്പര്യമാണ് സവർണ ഫാഷിസ്റ്റുകൾക്കുള്ളത്. വോട്ട് ലഭിക്കാൻ വേണ്ടി ചില തന്ത്രങ്ങളും നീക്കുപോക്കുകളും നടത്തുന്നു എന്നതിനപ്പുറം അവർണർ അധികാരത്തിന് പുറത്ത് തന്നെയാണ് എന്ന കാര്യത്തിൽ സന്ദേഹമില്ല. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.